ധൂമകേതുക്കളുടെയോ ചിഹ്നഗ്രഹങ്ങളുടെയോ തകർന്ന ഉപഗ്രഹങ്ങളുടെയോ ഭാഗങ്ങൾ ശനിയുടെ അപാരമായ ഗുരുത്വബലത്താൽ തകർന്ന് കോടിക്കണക്കിന് കഷ്ണങ്ങളായി പൊടി മൂടിയാണ് ശനിക്ക് ചുറ്റും കറങ്ങുന്നത്. അത്തരത്തിൽ പൊടി നിറഞ്ഞ ഐസിൻ്റെയും പാറയുടെയും തുണ്ടുകൾ വ്യത്യസ്തമായ വേഗതയിൽ പരിക്രമണം ചെയ്യുന്ന അനേകം വളയങ്ങളായി മാറി. ചെറിയ വീടിൻ്റെ വലിപ്പം മുതൽ പർവ്വതങ്ങളുടെ വലിപ്പമുള്ളവയും ആ കണികകളിലുണ്ട് എന്നത് എത്രയോ കൗതുകമാണ്. ശനിയുടെ മേഘങ്ങളിൽ നിന്ന് നോക്കിയാൽ ആ വളയങ്ങൾ വെളുത്ത നിറത്തിൽ കാണപ്പെടും. കണ്ടെത്തിയതനുസരിച്ച് A, B, C, D അങ്ങനെ ഇംഗ്ലീഷ് അക്ഷരമാലാ ക്രമത്തിലാണ് നമ്മൾ അവയെ വേർതിരിച്ചറിയുന്നത്. ഭൂമിയോടുള്ള ചെരിവ് മാറുന്നതനുസരിച്ച് അവ നമ്മുടെ കാഴ്ചയിൽ അപ്രത്യക്ഷമാവുകയും ചെയ്യാറുണ്ട്. ശനിയുടെ വളയ സംവിധാനം ഗ്രഹത്തിൽ നിന്ന് 2,82,000 കിലോമീറ്റർ വരെ നീളുന്നവയാണെങ്കിലും പ്രധാന വളയങ്ങൾക്ക് ഏകദേശം 10 മീറ്റർ ആയിരിക്കും സാധാരണ ഉയരം. വ്യക്തമായി കാണാൻ കഴിയുന്നവയും തീരെ മങ്ങിയതുമായ വളയങ്ങൾ ശനിക്കുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, വ്യാഴവും യുറാനസും നെപ്റ്റ്യൂൺ തുടങ്ങിയ ഇതര വാതക ഗ്രഹങ്ങൾക്കും വളയങ്ങളുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ശനിയുടെ വളയങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്നതും ശനിയെ വരയ്ക്കുമ്പോഴെല്ലാം ആ വളയങ്ങൾ നമുക്ക് ഉൾപ്പെടുത്തേണ്ടിയും വരുന്നത്? അതിൻ്റെ കാരണം ശനിയുടെ വളയങ്ങൾ മറ്റു വാതക ഗ്രഹങ്ങളുടെ വളയങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഏറെ നേർത്തതും പ്രകാശത്തെ കൂടുതൽ പ്രതിഫലിപ്പിക്കാൻ കണ്ണാടി പോലുള്ള പാറക്കഷ്ണങ്ങളും ഐസ് കണികകളും നിറഞ്ഞവയാണ്. ശനിക്ക് ചുറ്റും അവ പ്രകാശത്തിൻ്റെ ഒരു മായാപ്രഭാവം തീർക്കുന്നു, നമ്മുടെ ദൂരദർശിനിക്ക് വേഗത്തിൽ ദൃശ്യമാകുന്നു. അതുകൊണ്ട് തന്നെ പ്രകാശവലയങ്ങളില്ലാത്ത ഒരു ശനിയെ നമുക്കിനി സങ്കല്പിക്കാനാവില്ല. ശനിയുടെ ശക്തമായ ആകർഷണത്തിലേക്ക് ചേർന്നുകൊണ്ട് അതിൻ്റെ വളയങ്ങൾ പതുക്കെ പതുക്കെ ഇല്ലാതെയാകുമെന്നും പഠനങ്ങളുണ്ട്.